ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ എക്സ്ട്രീംലി ഓപ്പോസിറ്റായ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എത്തി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഫാമിലി സപ്പോർട്ടൊക്കെ പാസ്റ്റിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ, പക്ഷേ ഈ ഒരു സമയം നിങ്ങൾക്ക് പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യലി ഒരുപാട് സ്ട്രഗിളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ശരിക്കും അബൻഡൻ്റ് ആണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ പാസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രഗിൾ ചെയ്യുന്നൊരു സാഹചര്യമാവാം. തീർച്ചയായിട്ടും ഇവിടെ നമുക്കൊരു ടവർ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് നേടിയ കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വന്തമാക്കിയ കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം. നിങ്ങൾ ഒരുപാട് ആഗ്രഹത്തോടു കൂടി ഉയർത്തിക്കൊണ്ട് വന്നൊരു കാര്യം അത് പെട്ടെന്നൊരു നിമിഷം അത് തകർന്നു പോയിട്ടുണ്ടാവാം. അപ്പോൾ അത്തരത്തിൽ പല സാഹചര്യങ്ങളും ഈ ഒരു ജീവിതത്തിൽ നിങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും പല പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നവരായിരിക്കാം നിങ്ങൾ. അപ്പോൾ ആ ഒരു സ്ട്രഗിൾസൊക്കെ നിങ്ങൾക്ക് ഇവിടെ എൻഡ് ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു നല്ല എനർജിയെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ടൊന്നിരിക്കാൻ ശ്രമിക്കുക. ഈ ഒരു 10 ഓഫ് പെൻറ്റക്കിൾസിൽ നിങ്ങൾ ചില ഫങ്ഷൻസിലൊക്കെ പങ്കെടുക്കുന്ന ഒരു എനർജിയുമുണ്ട്. മാരേജ് ഫങ്ഷൻ ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ എൻഗേജ്മെൻറ്റ് ഒരു ഫങ്ഷൻ ആയിരിക്കാം, ഹൗസ് വാമിംഗ് ആയിരിക്കാം, നെയിമിംഗ് സെറമണി ആയിരിക്കാം. അത്തരത്തിൽ നിങ്ങൾക്ക് സന്തോഷമുള്ള, പ്രത്യേകിച്ചും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയൊക്കെ കൂടെ നിങ്ങൾ വളരെയധികം സന്തോഷമായിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം തന്നെ ഒരുപാട് സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ഈ ഒരു സമയം സാധിക്കുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് രണ്ടാമത് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഇവിടെ പേജ് ഓഫ് കപ്പിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ ഒരു വ്യക്തി എത്തിച്ചേരാനുള്ള സാധ്യതയാണ് കാണാൻ കഴിയുന്നത്. ലവ് ഓഫറുമായിട്ട് നിങ്ങളിലേക്കൊരു വ്യക്തി വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ആ ഒരു സ്നേഹത്തിൻ്റെ എനർജിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ളൊരു സപ്പോർട്ട് അത് നിങ്ങളുടെ ഫാമിലിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ കുറേ ആൾക്കാരും നിങ്ങളുടെ കയ്യിലെല്ലാം ഉണ്ടായിട്ടും അതൊന്നും നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ കുറേ പെൻറ്റക്കിൾസിൻ്റെ പുറത്തിരിക്കുന്ന ഒരാളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ കുറേ പൈസയുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ ഇവിടെ ആ ഒരു വാതിലുകളെല്ലാം തുറന്നും കിടപ്പുണ്ട്. ഇവിടെ ഒരു ജനൽ കാണാം, അതിൽ വാതിലുകളെല്ലാം തുറന്നു കിടപ്പുണ്ട്. പക്ഷേ
നിങ്ങളത് കാണുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ വിജയത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടും നിങ്ങളത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ കഴിവുകൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അത് നിങ്ങളിവിടെ മനസ്സിലാക്കുക എന്നൊരു മെസ്സേജാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം പരിഹരിക്കാനുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിൽ തന്നെയുണ്ട്. പക്ഷേ നിങ്ങളത് ഉപയോഗിക്കാൻ ഇവിടെ മടി കാണിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ പല കാര്യങ്ങളും ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. നിങ്ങളിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പുറത്തേക്കുള്ള ആ ഒരു വഴി അത് തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് അവിടെ ആ ഒരു വഴി തുറന്ന് കിടപ്പുണ്ടെങ്കിൽ പോലും നിങ്ങൾ അവിടേക്ക് ശ്രദ്ധിക്കുന്നേയില്ല എന്നുള്ളതാണ്. നിങ്ങൾ മറ്റു ചില കാര്യങ്ങളിൽ ഇങ്ങനെ ഫോക്കസ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെയല്ല മുന്നോട്ട് പോകേണ്ടത് എന്നാണ് നിങ്ങളോട് ഡിവൈൻ പറയുന്നത്. മറിച്ച് നിങ്ങളിലുള്ള കാര്യങ്ങൾ, അത് ചിലപ്പോൾ പൈസയാകാം, അല്ലെങ്കിൽ ഓർമ്മകളാവാം, നിങ്ങളുടെ കഴിവുകൾ. അപ്പോൾ ഇതിൽ കൂടുതലും പൈസയാകാം. അപ്പോൾ അത് ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കാനാണ്. അത് നിങ്ങൾ ഹോൾഡ് ചെയ്ത് ഒരിക്കലും വയ്ക്കാതിരിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നൊരു മെസ്സേജാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള അല്ലെങ്കിൽ നിങ്ങൾ തേടുന്ന ഒരു കാര്യം അത് നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട് എന്നുള്ളതാണ്. നിങ്ങളൊരു പക്ഷേ അത് അറിയാമെങ്കിൽ പോലും പക്ഷേ അത് നിങ്ങൾ എടുത്ത് ഉപയോഗിക്കുവാൻ ഇവിടെ മടി കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊന്നും ഉപയോഗിക്കാതെ നമ്മളത് വേസ്റ്റ് ആക്കുന്നു എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ എനർജി ആവാം, അറിവുകളാവാം, പൈസയാകാം, നിങ്ങളുടെ കഴിവുകളാവാം. ഇതൊക്കെ നിങ്ങൾ ഈ സമയം പുറത്തെടുക്കണം എന്നുള്ളതാണ്. നിങ്ങളത് ഉപയോഗിക്കണം. നിങ്ങളിലേക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ദൈവം തരുന്നുണ്ട്. ആ ബ്ലെസ്സിങ്സ് നിങ്ങളൊന്ന് സ്വീകരിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും നിങ്ങളാദ്യം മനസ്സിലാക്കുക. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിലേക്ക് വരുന്നതെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ചുറ്റുപാടും ഒന്ന് ശ്രദ്ധിക്കുക എന്നാണ്. അപ്പോൾ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് 6 ഓഫ് വാൻഡ്സിൻ്റെ ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും ഒരു സക്സസ് ആണ്. നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റിയാൽ തീർച്ചയായിട്ടും ഒരു സക്സസ് നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് കിട്ടിയ ഒരു സക്സസ് ഈ സമയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതിൽ നിങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട്. കാരണം നിങ്ങൾ ഒരുപാട് പ്രതിസന്ധികളൊക്കെ കടന്ന് ഒരുപാട് വിഷമങ്ങളൊക്കെ മറികടന്ന് തീർച്ചയായിട്ടും ഒരു സക്സസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അത് വേറെയാണ്. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. മാത്രമല്ല ഇവിടെ നമുക്ക് നമ്മളെക്കുറിച്ച് ആലോചിച്ച് അഭിമാനമുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു സമയമാണിത്. നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വിശ്വസിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിച്ച് ആ കഴിവുകൾ പുറത്തെടുത്ത് നിങ്ങൾക്ക് വേണ്ടിയ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്തോ ഒരു കാര്യം ഇവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു വിജയം അല്ലെങ്കിൽ അതിനൊരു വിജയം ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വിജയം നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സമയം ചിന്തിക്കുന്നുണ്ട്. അതായത് എൻ്റെ ജീവിതം ലീഡ് ചെയ്യാൻ ഞാൻ മതി എന്നുള്ളൊരു തോന്നലൊക്കെ ഈ സമയം നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ മറ്റുള്ളവർ അംഗീകരിക്കുന്ന തരത്തിൽ ഒരു വലിയ വിജയം നിങ്ങളെ തേടിയെത്തുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിവിടെ ഒരു സെലിബ്രിറ്റിയെ പോലെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ചുറ്റുമുള്ള ആളുകൾ നിങ്ങളെ വന്ന് അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരു പബ്ലിക് റെക്കഗ്നീഷനൊക്കെ കിട്ടുന്നുണ്ട്. പ്രമോഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് പ്രമോഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടാനുള്ളൊരു സാധ്യതയാണ്. അതുപോലെ ഇതിൽ സ്കോളർഷിപ്പൊക്കെ കിട്ടുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു വിജയം നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാകാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയറിലാവാം, നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലാവാം. അപ്പോൾ അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും തീർച്ചയായിട്ടും അവിടെ ഒരു സക്സസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്.
തീർച്ചയായിട്ടും ഇവിടെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൺ കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിലേ ആയിരുന്ന ചില കാര്യങ്ങൾ അതിനൊരു എൻഡ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു പുതിയ സ്റ്റാർട്ടാണ്. ഇത് ഒരു വീലാണ്. ഇത് നമ്മുടെ ജീവിതചക്രം അല്ലെങ്കിൽ കാലചക്രം എന്ന് പറയാം. അതിൽ ഈ ഒരു സമയം ലക്ക് അത് നിങ്ങൾക്ക് അനുകൂലമാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഫലമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം അത് നിങ്ങളെ കടാക്ഷിക്കുന്നതുമായിരിക്കാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്കൊരു സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഒരു സന്തോഷ വാർത്ത തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യം വരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ സ്റ്റക്കായിരുന്ന പല കാര്യങ്ങളും, അതിൽ ഒരു പ്രോഗ്രസ്സും ഇല്ലായിരുന്ന കാര്യങ്ങൾ, അവിടെ പെട്ടെന്ന് ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അതിന് വളരെ വലിയ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സഡൻ ചേഞ്ചസ് നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ച് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുമെന്നുള്ളതാണ്. ഇതിൽ ചില ആളുകൾ നിങ്ങൾക്കൊരു വാഹനമൊക്കെ വാങ്ങാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡിലേ ആയിപ്പോയ കുറേ കാര്യങ്ങൾ ഈ സമയം റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ്. ഇത് ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ച് വർഷങ്ങളായിട്ട് ഡിലേ ആയി കിടന്ന കാര്യങ്ങളാവാം. അപ്പോൾ ആ സ്റ്റക്കായിരുന്ന കാര്യത്തിന് ഒരു മൂവ്മെന്റ് ഉണ്ടായി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അത് നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറേ പേപ്പർ വർക്ക്സ് ഒക്കെ കഴിഞ്ഞ് അവിടെ ആ ഒരു കാര്യം സ്റ്റക്കായിരുന്നുവെങ്കിൽ അതിന് ഇവിടെ ഒരു ചലനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടുതലും ഇവിടെ യാത്രയെ സംബന്ധിച്ചൊരു കാര്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സാമ്പത്തിക കാര്യം, ആ ഒരു കാര്യം ഇവിടെ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് അനുകൂലമായി വരുന്നു എന്നുള്ളതാണ്. അതായത് അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ എന്താണോ അവിടെ നിങ്ങൾക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിച്ചത് അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് നല്ലൊരു വാർത്ത എത്തുമെന്നുള്ളതാണ്. മാത്രമല്ല ഈ സമയം നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു യാത്രയൊക്കെ പോകേണ്ടി വന്നേക്കാം. ഇതിൽ ഒരു ട്രാവൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ടെമ്പറൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള ആ കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ അത് ബാലൻസ് ചെയ്ത് നിർത്താൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളെ ട്രിഗർ ചെയ്താലും ഇറിറ്റേറ്റ് ചെയ്താലും ഒന്നും ഈ സമയം നിങ്ങൾ അങ്ങനെ ചൂടാകുകയും ഒന്നുമില്ല, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ബാലൻസ് കൊണ്ടുവരേണ്ട ആ ഒരു ഉത്തരവാദിത്തം അത് നിങ്ങൾക്ക് മാത്രമാണ്. മറ്റുള്ളവർ നമ്മളെ എപ്പോഴും ട്രിഗർ ചെയ്യാനേ ശ്രമിക്കുകയുള്ളൂ. സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഇടയിൽ വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ആരുടെയും സപ്പോർട്ടിന് വേണ്ടി ഇവിടെ കാത്തു നിൽക്കാതിരിക്കുക എന്നാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 5 ഓഫ് വാൻഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാരുമായിട്ട് ഒരു വാക്ക് തർക്കം അല്ലെങ്കിൽ അവരുമായിട്ട് ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും വ്യക്തികളുമായിട്ട് ഒരു വാക്ക് തർക്കത്തിലൊക്കെ നിങ്ങൾക്ക് ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ടാവാം. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ഈഗോ ക്ലാഷ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. അത് ഒന്നുകിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ അങ്ങനെയുള്ളൊരു വഴക്ക്, പിണക്കങ്ങൾ ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളത് വലിയ കാര്യമാക്കി എടുക്കേണ്ട എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. ഇതൊരു നെഗറ്റീവാക്കി നിങ്ങൾ എടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. എന്തോ ഒരു കാര്യം നിങ്ങളെ പരീക്ഷിക്കുന്നു എന്ന് മാത്രം നിങ്ങൾ ഈ ഒരു സമയം വിചാരിക്കുക. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ മുന്നിൽ കുറേ ഒബ്സ്റ്റിക്കിൾസ് വന്നാലും, നിങ്ങളോട് മത്സരിക്കാൻ കുറേ ആളുകൾ ഉണ്ടായാൽ പോലും നിങ്ങളുടെ വളർച്ചയ്ക്ക് എന്താണ് തടസ്സം നിൽക്കുന്നത്, അത് എന്താണെങ്കിൽ പോലും ഈ ഒരു സമയം നിങ്ങൾ വളരെ ബ്രേവായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ എത്ര വലിയ തടസ്സങ്ങൾ വന്നാലും അത് നിങ്ങളെക്കൊണ്ട് മാറ്റാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് ഈ സമയം നിങ്ങൾക്കുള്ളത്.
ഇതിൽ നിങ്ങളുടെ അഭിപ്രായത്തോട് യോജിക്കാൻ പറ്റാത്ത കുറേ ആളുകൾ നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അടുത്ത ദിവസങ്ങളിലോ മറ്റോ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങളോട് പലരും വന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും തരത്തിലൊരു വാക്കുതർക്കം നടന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഒരു തരത്തിലും കണക്ട് ചെയ്യാൻ പറ്റാത്ത ആളുകളെ നിങ്ങൾ ഇവിടെ ഡീല് ചെയ്യുന്നുണ്ടെങ്കിൽ അവരിൽ നിന്നും നിങ്ങളൊരു അകലം പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അവരുമായിട്ട് കൂടുതൽ നിങ്ങൾ കണക്റ്റ് ആകേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്ത് തന്നെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളോടൊപ്പം നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ ഇവിടെ മൂൺ കാർഡാണ്. അപ്പോൾ സൈക്കിക് എബിലിറ്റി കൂടുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇൻഡ്യൂഷനിലൂടെ പല കാര്യങ്ങളും ഇവിടെ തിരിച്ചറിയാൻ പറ്റുന്നു എന്നുള്ളതാണ്. എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇത് കുറേ കാര്യങ്ങൾ, അതായത് നിഗൂഢമായ പല കാര്യങ്ങളും നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നതുമാകാം. ടാറോ റീഡിങ് പോലത്തെ ഒരു കാര്യം, അല്ലെങ്കിൽ ആസ്ട്രോളജിയോ, അങ്ങനെ ഇത് ചിലപ്പോൾ ഇപ്പോൾ കുറേ നാളുകൊണ്ട് ഈ ഒരു കണക്ഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങളിവിടെ ആഴത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ മുന്നിൽ കുറേ സിംറ്റംസ് ദൈവം തന്നാലും ചിലപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ ഒന്നും പറ്റണം എന്നില്ല. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്ന അടയാളങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് അടുത്ത നിമിഷം ഈ ഒരു കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇങ്ങനെയാണ് നിങ്ങളോട് പെരുമാറാൻ പോകുന്നത്. അത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഡിവൈനുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നത് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നേടിത്തരാൻ സഹായം ചെയ്യുമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഒരു ഡെവിൾ എനർജിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ മറ്റുള്ളവരുടെ പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ മറ്റു പലരും വന്ന് നിങ്ങളോട് നിങ്ങളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. അത്തരത്തിലൊരു സാഹചര്യം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ള ആളുകളുമായിട്ട് ഇടപെടുമ്പോൾ അവരുടെ യഥാർത്ഥത്തിലുള്ള ആ ഒരു ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ടൊന്ന് ശ്രമിക്കുക. ചിലപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലുള്ള പൈസ കണ്ടിട്ടാവാം, ആ ഒരു പൈസ കൈക്കലാക്കാൻ അവരാഗ്രഹിക്കുന്നുണ്ടാവാം. അതൊക്കെ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് കാര്യങ്ങളും നിങ്ങൾ ഡീല് ചെയ്യുമ്പോഴും അതിൽ ഒന്നുകൂടി ഒന്ന് നിങ്ങൾ തീരുമാനമെടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് മാത്രം പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ പേജ് ഓഫ് ഫാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ പുതിയ തുടക്കമാണ്, പുതിയ പ്രതീക്ഷകളാണ്. നിങ്ങൾ ഇവിടെ ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ്. അതായത് നമ്മളൊരു സ്റ്റെപ്പ് എടുത്താലേ ബാക്കി ദൈവം ചെയ്യുകയുള്ളൂ. ഇതിൽ നിങ്ങളൊരു ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് വഴി കാണിക്കാൻ നിങ്ങൾക്കിവിടെ മുന്നിലൊരാളുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഒരു ആളുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവാം. നിങ്ങൾ പോകുന്ന വഴി ശരിയാണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ സത്യമാണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് കൃത്യമാണെന്നുള്ളതാണ്. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വഴികാട്ടിയായി മുന്നിലൊരാളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ആ ഒരു യാത്ര അതിവിടെ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളൊരു യാത്രയുടെ ആരംഭത്തിലാണെന്നുള്ളതാണ്. അപ്പോൾ ഈ യാത്രയിൽ നിങ്ങൾക്ക് വിട്ടുകളയേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവാം. ഈ സമയം മുതൽ നിങ്ങളൊരു യാത്രയുടെ തുടക്കത്തിലാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഈ സമയം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമാണ്. അപ്പോൾ നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകണം എന്നാണ് ഇവിടെ നിങ്ങളോട് ഡിവൈൻ പറയുന്നത്.
പിന്നെ ഇവിടെ ഹെർമിറ്റിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അത് ഇപ്പോൾ നിങ്ങളിങ്ങനെ കുറേ കാര്യങ്ങളെ പറ്റി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവാം. അത് ശരിയാണോ, അല്ലെങ്കിൽ ഇത് ശരിയാണോ, ഞാൻ പോകുന്ന ആ ഒരു വഴി ശരിയാണോ, ഞാൻ ചെയ്ത കാര്യങ്ങൾ ശരിയാണോ, അതായത് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാത്ത കുറേ കാര്യങ്ങൾക്ക് ഇവിടെ ക്ലാരിറ്റി കിട്ടുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ആ ഒരു ക്ലാരിറ്റി കിട്ടുന്നത്. അപ്പോൾ ഇവിടെ കൺഫ്യൂഷനുള്ള എല്ലാത്തിൻ്റെയും ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയെടുത്താൽ മാത്രം മതി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ മെഡിറ്റേഷൻ, പ്രാർത്ഥന, ഇതിലെല്ലാം നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ സോളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ ഈ സമയം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വളരെ ശാന്തമായിട്ട്, വളരെയധികം സമാധാനമായിട്ട് ഈ ഒരു സമയം നിങ്ങൾ ഇരിക്കുക. ഇവിടെ മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത് ഒരു പ്രകാശമായിട്ടാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരിൽ പ്രകാശം എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങളെ ഒരു സ്പിരിച്വൽ മെൻറ്ററായിട്ടൊക്കെ ചില ആളുകൾ കാണുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നല്ലൊരു അഡ്വൈസറായിട്ട് അവർ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഡിവൈനിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം തീർച്ചയായിട്ടും നിങ്ങളിവിടെ മെഡിറ്റേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ ഇവിടെ സൺ കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു സന്തോഷമാണ് കാണാൻ കഴിയുന്നത്. ഒരു പുതിയ തുടക്കമാണ്. ഈ സമയം നിങ്ങൾ ഒരുപാട് സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു എനർജിയാണ്. അപ്പോൾ പാസ്റ്റ് ട്രോമയിൽ നിന്നും നിങ്ങളൊന്ന് പുറത്ത് കടക്കുന്ന ഒരു എനർജിയാണ്. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ശരിയാകും എന്നൊരു പ്രതീക്ഷയുള്ള സമയമാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഉറച്ച വിശ്വാസം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം അത് നിങ്ങൾ അറിയുന്ന സമയം കൂടിയാണ് ഇത്. അപ്പോൾ അതൊരു സന്തോഷ വാർത്തയാകാം. അപ്പോൾ സൺ കാർഡ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷകരമായിട്ടുള്ളൊരു പുതിയ തുടക്കം നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഹൈ പ്രീസ്റ്റസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ നിഗൂഢമായ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെട്ട് വരുന്നൊരു സമയമാണ്. ഇത് നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കാം. കുറേ ആൾക്കാർക്കും നിങ്ങളെക്കുറിച്ചുള്ളൊരു കാര്യമായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതായത് നിങ്ങളുടെ ജന്മ ഉദ്ദേശം, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണ്, അതൊക്കെ ഈ ഒരു സമയം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള തോന്നലുകളൊക്കെ വന്നേക്കാം. മറ്റുള്ളവരെ പോലെയല്ല, എന്തോ ഒരു പ്രത്യേകത നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ നിഗൂഢമായ കഴിവുകൾ നിങ്ങൾക്കുണ്ട് എന്നൊക്കെ നിങ്ങളിവിടെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഇൻഡ്യൂഷനിലൂടെ പല കാര്യങ്ങളും വെളിപ്പെട്ട് വരുന്നുണ്ടായിരിക്കണം. ശരിക്കും ഹൈലി ഇൻഡ്യൂട്ടീവായ ആൾക്കാരാണ് ഈ ഒരു ഹൈ പ്രീസ്റ്റസ് എനർജിയുള്ള ആൾക്കാർ. അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളും ഈ സമയം നിങ്ങളിലേക്ക് കണക്റ്റ് ആകുന്ന ഒരു എനർജിയാണ്. പ്രത്യേകിച്ചും ഫെമിനിയൻ എനർജിയൊക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. മാത്രമല്ല ഇതിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചില ആളുകൾ നിരീക്ഷിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഇവിടെ ചില ആളുകൾ നിങ്ങളിലേക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു എനർജി പാസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് അവരുടെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ടാകാം. കാരണം ഇവിടെ 5 ഓഫ് വാൻസും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ആരൊക്കെ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാലും അത് നിങ്ങൾക്കൊരിക്കലും ഏൽക്കില്ല എന്നുള്ളതാണ്. കാരണം ആര് തെറ്റ് ചെയ്താലും അതിനുള്ള കർമ്മഫലം അവർ അനുഭവിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒരു സമയം നിങ്ങൾക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സമയം മെഡിറ്റേറ്റ് ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ ഇവിടെ സ്റ്റാർ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഹീലിങ്ങിൻ്റെ ഒരു കാർഡാണ്, ഈ ഒരു സ്റ്റാർ കാർഡ്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ എന്താണോ സംഭവിച്ചത് അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നാണ്. പക്ഷേ അത് ഈ ഒരു സമയം നിങ്ങൾ ഹീൽ ചെയ്യണം എന്നുള്ളതാണ്.
കുറേ ആൾക്കാർ ഇത് ഓൾറെഡി ഹീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. ചില ആൾക്കാർക്ക് ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ടായിരിക്കാം. ഇതിൽ നമ്മളത് പൂർണ്ണമായും ഹീൽ ചെയ്ത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. നമ്മളുടെ ജീവിതമാണ് മറ്റുള്ളവരുടെ പാഠം. അപ്പോൾ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യിക്കാൻ കഴിവുള്ള ആളുകളാണ് നിങ്ങളെന്നുള്ളതാണ്. കാരണം അത്രയും വലിയ സ്ട്രഗിൾസ് അനുഭവിച്ച് അവിടെ പൊരുതി മുന്നേറി വന്ന ആളുകളാണ് നിങ്ങൾ. അത്തരത്തിൽ നിങ്ങളെ ഒരു സ്റ്റാർ ആയിട്ടാണ് മറ്റുള്ള വ്യക്തികൾ കാണുന്നത്. മാത്രമല്ല, നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ചിലപ്പോൾ അതിന് നടക്കില്ല എന്നൊക്കെ കരുതി മാറ്റിവെച്ചിരുന്ന കുറേ കാര്യങ്ങളാവാം. അതൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാർ എന്ന് പറയുന്നത് ഹീലിങ്ങിൻ്റെയും പ്രതീക്ഷകളുടെയും ഒക്കെ ഒരു കാർഡാണ്. നിങ്ങളുടെ ആ ഒരു സ്ട്രഗിൾ പീരീഡൊക്കെ ഇവിടെ എൻഡായി എന്ന് നിങ്ങൾ വിശ്വസിക്കുക. തീർച്ചയായിട്ടും ഇതൊരു ഹീലിങ്ങിൻ്റെ കാർഡാണ്. മാത്രമല്ല, ഇത് പ്രതീക്ഷയുടെ എനർജി കൂടിയാണ്. അതായത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസത്തോടെ നിങ്ങളിവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ ചിന്തകളൊക്കെ മാനിഫെസ്റ്റ് ആകും. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഇതിൽ നിങ്ങൾക്കൊരു അപ്രിസിയേഷനൊക്കെ കിട്ടുന്ന സമയമാണ്. അതായത് നിങ്ങളുടെ അപ്പിയറൻസ് നല്ലതാണെന്നൊക്കെ ചിലപ്പോൾ ചില ആളുകൾ വന്ന് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു എനർജി സ്പ്രെഡ് ചെയ്യുന്ന, അതായത് പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരു ആളായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇവിടെ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. വീൽ ഓഫ് ഫോർച്യൂണും സൺ കാർഡും ഒക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.